യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ദുആ പോലും ദിക്റായി. അദ്ദേഹം തസ്ബീഹ് ചെയ്യുന്ന ആളായിരുന്നു. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഈ തക്ബീറുകളും അദ്കാറുകളും ധാരാളം ചൊല്ലുന്ന ആളല്ലായിരുന്നെങ്കിൽ, ദിക്ർ കുറഞ്ഞ ആളായിരുന്നെങ്കിൽ ഖിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ അദ്ദേഹം കിടക്കേണ്ടി വരുമായിരുന്നു. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നാണ് അള്ളാഹു അദ്ദേഹത്തെ എഴുന്നേൽപ്പിക്കുക ഖിയാമത്ത് നാളിൽ. പക്ഷേ അള്ളാഹു രക്ഷപ്പെടുത്തി. എന്തുകൊണ്ട്? അദ്ദേഹം ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു, തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നു. എന്ന് പറഞ്ഞാൽ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുന്ന ആളുകളെ അവരുടെ പ്രാർത്ഥന അള്ളാഹു വേഗം കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യും. അതുകൊണ്ട് ജീവിതത്തിൽ ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. ദിക്റുകൾ ധാരാളം വർദ്ധിപ്പിച്ചാൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പതറാതെ നിൽക്കാൻ കഴിയും. അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ ഫസ്ബുതു വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങളൊരു ശത്രു സൈന്യത്തെ കണ്ടുമുട്ടിയാൽ അടിയുറച്ച് നിൽക്കുക, ധാരാളം അള്ളാഹുവിനെ ഓർക്കുക, എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും, യുദ്ധം ജയിക്കാൻ കഴിയും. ദിക്ർ വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത്. എന്തിന്? യുദ്ധം ജയിക്കാൻ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൊക്കെ നമുക്ക് രക്ഷയായി ഭവിക്കുന്നത് അദ്കാറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അദ്ദേഹം ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളായിരുന്നു. ഈ ദുആ പോലും ദിക്റിലൊതുക്കി. നോക്കൂ നിങ്ങൾ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, അതാണ് തസ്ബീഹാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ ളാലിമുകളിൽ പെട്ടുപോയി റബ്ബേ, നീ പരിശുദ്ധനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല, നീ അല്ലാതെ പ്രാർത്ഥന കേൾക്കുന്നവനില്ല, നിനക്കല്ലാതെ രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അവിടെ തേട്ടമുണ്ട്, പ്രാർത്ഥനയുണ്ട്, എന്നെ രക്ഷിക്കണമേ എന്ന പ്രാർത്ഥനയാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. ആ മത്സ്യം അദ്ദേഹത്തെ കരയിലേക്ക് തുപ്പുകയുണ്ടായി. അദ്ദേഹം വീണ്ടും തൻ്റെ നാട്ടിലേക്ക് പോയി. അദ്ദേഹത്തിന് ഏത് വിഷയത്തിലായിരുന്നോ പ്രയാസമുണ്ടായത്, അള്ളാഹു അതിന് പകരം നൽകി. നമ്മൾ നേരത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നാട്ടിലുള്ള ആളുകളൊക്കെ വിശ്വാസികളായി. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രതിഫലമായി നൽകിയതാണ്. ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അദ്ദേഹത്തിൻ്റെ പ്രബോധനം സ്വീകരിക്കുകയും തൗഹീദ് സ്വീകരിക്കുകയും ചെയ്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും.